ഹലോ ഹായ്, എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ പേൾ ഹെയർ ബാൻഡാണ്. ഇത് വളരെ ഈസിയാണ്. ഇതിൻ്റെ വീഡിയോ കുറച്ച് മുന്നേ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പേര്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുക മെറ്റാനിക് ഹെയർ ബോയ് ആണ്. ഞാനിത് ചെയ്യുന്നത് കംപ്ലീറ്റ് നമ്മളെ ബീഡ്സും കോർത്തിട്ടാണ്, ഒറ്റ സ്റ്റെപ്പിലാണ് ചെയ്യുന്നത്. ഇത് പല രീതിയിൽ നമുക്ക് ചെയ്യാം, പക്ഷേ ഇത് ഒറ്റ സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് ഒരു ക്ലിപ്പ് സ്റ്റോൺ, നമ്മൾ ഗിയർ വയറിലോ നമ്മളുടെ ഇത് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന 0.4ൻ്റെ വയറാണ്. അപ്പോൾ 0.4ൻ്റെ വയറിൽ ഫസ്റ്റ് ഞാൻ കോർത്തത് ക്ലിപ്പ് സ്റ്റോൺ ആണ്. ഒരു ക്ലിപ്പ് സ്റ്റോൺ, അത് കഴിഞ്ഞിട്ട് 7 ബീഡ്സ്. ഇത് ചെറിയ ബീഡ്സ് ആണ്, അതുകൊണ്ട് 7 ബീഡ്സ്. ബീഡ്സിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് അതിൻ്റെ എണ്ണം മാറ്റാം. 5 ആവും, ചിലപ്പോൾ 6 ആവും. അപ്പോൾ ഞാൻ ആ 7 ഓരോന്ന് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതുപോലെ കോർത്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്ലിപ്പ് സ്റ്റോൺ വെച്ചു. അതിനുശേഷം അതിനെ ഒന്ന് ടൈറ്റ് ചെയ്തെടുത്തു, ഒന്നതിനെ ചുറ്റിയെടുക്കുക. നെക്സ്റ്റ് ആ 7 ബീഡ്സ് ഒന്ന് അതിനെ ഫ്ലവർ പോലെ അതിനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചുറ്റി നമ്മളെടുക്കണം. കണ്ടില്ലേ, ശരിക്കും ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടി. ഇപ്പോൾ ആ ഒയറിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലോക്ക് ചെയ്ത് ടൈറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഹെയർ ബാൻഡിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കുക. കുറച്ചൊന്ന് ടൈറ്റ് ചെയ്യണം, എന്നാൽ അത് കറക്റ്റ് അവിടെ ഇരിക്കും. വീണ്ടും ഒരു ക്ലിപ്പ് സ്റ്റോൺ ഇടുക. ക്ലിപ്പ് സ്റ്റോൺ ഓരോ പ്രാവശ്യവും ക്ലിപ്പ് സ്റ്റോൺ ഇട്ടതിന് ശേഷം വീണ്ടും അത് ടൈറ്റ് ചെയ്ത് തന്നെ നമ്മൾ എടുക്കണം. ഓരോ പ്രാവശ്യവും നമ്മൾ ക്ലിപ്പ് സ്റ്റോൺ ചുറ്റിയെടുക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം അതൊന്ന് ചുറ്റിയെടുക്കാൻ. എന്നാലേ നമുക്ക് ആ ബീഡ്സ് അവിടെ കറക്റ്റായിട്ട് സൈഡിൽ ഇരിക്കുകയുള്ളൂ. നോക്കി, ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുക, എന്നിട്ട് അവിടെ അങ്ങ് പ്രസ് ചെയ്യുമ്പോൾ അതവിടെ ഇരിക്കും ടൈറ്റായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ 2-3 പ്രാവശ്യം ആ ഫ്ലവർ അങ്ങ് ചുറ്റിയെടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ശരിക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. ഇതിന് ഒരേ ഒരു കാര്യം ആവശ്യമുണ്ട്, നമുക്ക് കുറച്ച് ക്ഷമ ആവശ്യമാണ്. ക്ഷമയോടുകൂടെ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നോക്കി, ഓരോ ക്ലിപ്പ് സ്റ്റോൺ ഇടുക. ഓരോ ക്ലിപ്പ് സ്റ്റോൺ ഇട്ടതിന് ശേഷം ആ ക്ലിപ്പ് സ്റ്റോണിനെ ചുറ്റി ആ ബീഡ്സ് കൊടുക്കുക. എന്നിട്ട് ആ ഹെയർ ബാൻഡിൽ ഒന്ന് ഗിയർ വയർ ചുറ്റിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനതങ്ങ് പെട്ടെന്ന് ചെയ്ത് ഫിനിഷ് ചെയ്തു. അവസാനം നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം ശ്രദ്ധിക്കുക, നന്നായി ടൈറ്റ് ചെയ്ത് തന്നെ ആ ഹെയർ ബാൻഡിൽ നമ്മൾ ഗിയർ വയർ ചുറ്റിയെടുക്കണം. ഒരു 3-4 പ്രാവശ്യം അവസാനം ചുറ്റിയെടുക്കണം. കാരണം അത് നമ്മൾ ഹെയർ ബാൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അത് ചെയ്ത് നിർത്തുമ്പോഴും ഇതുപോലെ നന്നായി തന്നെ സൈഡ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമ്മളത് കട്ട് ചെയ്തെടുക്കണം. മിക്കവാറും ഈ ഹെയർ ബാൻഡ് നല്ല ഷാർപ്പാണ്, എഡ്ജ് നന്നായിട്ട് എൻഡ് ടൈപ്പ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. പുതുതായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.